ഹായ് എവരിവൺസ്, ചിലർക്കെനിക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ യുവേവിനെയും കൊണ്ട് ചുമ്മാ എല്ലാത്തിലൊന്ന് പോകാമെന്ന് വിചാരിച്ചു. യുവ എപ്പോഴും നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ഒരാളാണ്. ഞാൻ വിചാരിച്ചു ഇന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് യുവിനെ ട്രാമിനകത്ത് അല്ലെങ്കിൽ എല്ലാത്തിക്കകത്ത് ഒന്ന് കയറ്റാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ഇവിടെ മിൽവുഡ്സിൽ നിന്ന് വാലി ലൈൻ ട്രെയിൻ കയറി ഒന്ന് ചേർച്ചിൽ വരെ പോയിട്ട് തിരിച്ച് ആ ട്രെയിനിന് തന്നെ തിരിച്ച് ഇങ്ങോട്ട് വരും. ഞങ്ങളിവിടെ ജസ്റ്റ് കാർ പാർക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മളുടെ വീഡിയോയിലേക്ക് എല്ലാവരെയും വീണ്ടും സ്വാഗതം ചെയ്യും. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഇത് ETSൻ്റെ ബസ് കാർഡ് അല്ലെങ്കിൽ LRTയുടെ കാർഡാണ്. ടിക്കറ്റ് നമ്മളുടെ ഇത് നമുക്ക് കൺവീനിയൻസ് സ്റ്റോറിലൊക്കെ കിട്ടുന്നതാണ്, അല്ലാന്നുണ്ടെങ്കിൽ റെഡ് സെൻറ്ററിലൊക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ വാങ്ങിച്ച് കഴിയുമ്പോഴത്തേന് ഇതെനിക്ക് ഇത്രയും 10 ഉള്ള ഒരു സെറ്റാണ് കിട്ടിയത്. അപ്പോൾ ഇത് വാങ്ങിച്ചതിന് ശേഷം നമ്മളിവിടെ വാലിഡേറ്റ് ചെയ്യണം. അത് ഞാൻ കാണിച്ചു തരാമേ. നമ്മൾ ഒരെണ്ണം കയറി എടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കാർഡ് എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ എന്ത് ചെയ്ത് കഴിയുമ്പോൾ കാർഡ് വാലിഡേറ്റ് ആയി. കണ്ടോ, നമുക്ക് ഇങ്ങനത്തെ കാർഡ് യൂത്തിന്, അഡൽട്ടിന് അങ്ങനെ 3 എന്തായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ഞാനിതിപ്പോൾ വാങ്ങിച്ചേക്കുന്ന അഡൽട്ടിൻ്റെയാണ്. ഇപ്പോൾ പക്ഷേ ഇത് ഔട്ട്ഡേറ്റഡ് ആയി തുടങ്ങി. ഇപ്പോൾ ആർ കാർഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ നമുക്ക് ആർ കാർഡ് വാങ്ങിക്കുക, അതൊരു ATM പോലത്തെ ഒരു കാർഡായിരിക്കും, അത് യൂസ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ പൈസ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ആർ കാർഡ് പോലത്തെ ഒരു കാർഡ് കിട്ടുന്നതായിരിക്കും. ഞങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ എല്ലാവരും കൂടെ കയറുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ ചെയ്തതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യമായിട്ട് എഡ്മണ്ടനിൽ വന്നപ്പോഴത്തേനും ഞങ്ങൾക്ക് എങ്ങനെയാണ് ഇവിടെ ടിക്കറ്റ് എടുക്കുന്നതെന്നോ അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നോ ഒന്നും അറിയത്തില്ലായിരുന്നു. എങ്ങനെ വാലിഡേറ്റ് ചെയ്യണമെന്നും അപ്പോൾ ഞങ്ങൾ യൂട്യൂബിൽ നോക്കിയായിരുന്നു. അപ്പോൾ അതിലും കണ്ടില്ലായിരുന്നു. അപ്പോൾ അതും ഒരു ഉദ്ദേശം വെച്ചിട്ട് നിങ്ങളെയൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് കൂടിയിട്ടാണ് ഞങ്ങൾ വീഡിയോ എടുത്തത്. അപ്പോൾ ഞങ്ങൾ നേരത്തെ കാണിച്ചതുപോലെ അവിടെ ഒരു വെൻഡിങ് മെഷീൻ ഉണ്ടാവും, ഒന്നെങ്കിൽ ആൾക്കാർ പോലത്തെ കിട്ടാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കൺവീനിയൻസ് സ്റ്റോറിൽ നിന്ന് നമുക്ക് ഈ ടിക്കറ്റ് വാങ്ങാവുന്നത് കൂടെയാണ്. ഇപ്പോൾ ആർ കാർഡാണ് എല്ലാവരും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഞങ്ങൾ ചേർച്ചിൽ പോകണമെന്ന് വിചാരിച്ചെങ്കിലും ഞങ്ങൾ മുട്ടാ കൺസർവേറ്ററിൻ്റെ സ്റ്റോപ്പ് എത്തിയപ്പോൾ പെട്ടെന്ന് പ്ലാൻ മാറ്റി. ഞങ്ങൾ അവിടെ സ്പോണ്ടേനിയസ് ആയിട്ട് ഇറങ്ങി ഒന്ന് ജസ്റ്റ് അവിടെ കൂടെ ഞങ്ങൾ നടന്നു. പുറത്തുകൂടെയാണ് നടന്നത്. ഇത് ഒരു കാണേണ്ട സ്ഥലം തന്നെയാണ്. അപ്പോൾ നിങ്ങളെയും ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഒരു തവണ വീഡിയോയിലൂടെ കാണിക്കുന്നതാണ്. ഈ ബേബിയായിരുന്നു ഏറ്റവും അടിപൊളിയായിട്ട് ഈ ട്രിപ്പ് എൻജോയ് ചെയ്തത്. ഇവ നന്നായിട്ട് ആസ്വദിച്ചായിരുന്നു ഈ ട്രിപ്പ്. അപ്പം ഞങ്ങളുടെ ഈ കുഞ്ഞു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇവ കുറച്ച് എൻജോയ് ചെയ്തു. നല്ല അലമ്പ് വേറെ അവസാനം ആയപ്പോഴത്തേനും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ.